വാർത്തകൾ തുടരുന്നു. പാഞ്ഞാൾ അതിരാത്രത്തിന് ശേഷം ഈ പ്രദേശത്തെ ചുറ്റുപാടുകളിൽ ഒട്ടേറെ ഗുണഫലങ്ങൾ ഉണ്ടായതായി സംഘാടകർ അവകാശപ്പെട്ടു. ഇത് സംബന്ധിച്ച ശാസ്ത്രീയ ഗവേഷണങ്ങളുടെ പ്രാഥമിക തെളിവുകൾ ഇത് വ്യക്തമാക്കുന്നുണ്ടെന്ന് അതിരാത്രം സംഘടിപ്പിച്ച വർത്തതെ ട്രസ്റ്റ് ഭാരവാഹികൾ പറഞ്ഞു. അതിരാത്രത്തിന്റെ ശാസ്ത്രീയമാനങ്ങളും അന്തരീക്ഷം, മണ്ണ്, സൂക്ഷ്മജീവികൾ തുടങ്ങിയവയിൽ അതിരാത്രമുണ്ടാക്കുന്ന മാറ്റങ്ങളുമാണ് കുസാറ്റ് ഇന്റർനാഷണൽ സ്കൂൾ ഓഫ് ഫോട്ടോണിക്സ് മുൻ ഡയറക്ടർ ഡോക്ടർ VPN നമ്പൂതിരിയുടെ നേതൃത്വത്തിലുള്ള ഗവേഷണ സംഘം പഠനവിധേയമാക്കിയത്. ഇതിനായി യാഗവേദിക്ക് അടുത്തുതന്നെ ഒരു ലബോറട്ടറിയും ഗവേഷണ സംഘം സജ്ജീകരിച്ചിരുന്നു. ഗവേഷണങ്ങളുടെ ചില പ്രാഥമിക ഫലങ്ങൾ വിശദീകരിച്ച ഡോക്ടർ നമ്പൂതിരി ചിലയിനം വിത്തുകൾ മുളയ്ക്കുന്നതിലും തൈകൾ വളരുന്നതിലും അതിരാത്രം അനുകൂല ഫലങ്ങൾ ഉണ്ടാക്കുന്നതായി വെളിപ്പെടുത്തി. യാഗശാലയുടെ 4 ഭാഗത്തും വ്യത്യസ്ത ദൂരങ്ങളിലായി പയർ, ചെറുപയർ, കടല എന്നീ വിത്തുകളാണ് ഗവേഷണ സംഘം പാകിയിരുന്നത്. യാഗശാലയ്ക്ക് ചുറ്റും 3 കാലാവസ്ഥ, സൂക്ഷ്മജീവികൾ എന്നിവയെ സംബന്ധിച്ച് നടത്തിയ ഗവേഷണങ്ങളും അതിരാത്രത്തിന്റെ ഗുണഫലങ്ങളിലേക്ക് വിരൽ ചൂണ്ടുന്നതാണെന്ന് ഡോക്ടർ നമ്പൂതിരി വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. അതിരാത്ര പരിസരങ്ങളിൽ സൂക്ഷ്മജീവികളുടെ എണ്ണത്തിൽ ഗണ്യമായ കുറവാണ് അനുഭവപ്പെട്ടത്. ആത്മീയതയ്ക്കും ആധുനിക ശാസ്ത്രത്തിനും സംവദിക്കാനുള്ള ഒരു അസുലഭ സാഹചര്യമാണ് അതിരാത്രം 2011 ശാസ്ത്രീയ ഗവേഷണങ്ങൾ വഴി സാധ്യമായതെന്ന് വർത്തതെ ട്രസ്റ്റ് മാനേജിംഗ് ട്രസ്റ്റി അഡ്വക്കേറ്റ് M. കൃഷ്ണകുമാർ വാർത്താസമ്മേളനത്തിൽ ചൂണ്ടിക്കാട്ടി.